Hello students, ഇവിടെ നമ്മൾ +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് അറിയാമല്ലോ. ഒന്ന് ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗ്യാസ് ലോസ്. പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ യൂസ്ഫുൾ ഫോംസ്, അതിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന മറ്റ് ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി, മോളിക്കുലാർ മാസ്, അതുപയോഗിച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ, പിന്നെ വാണ്ടർവാൾസ് ഇക്വേഷനും വാണ്ടർവാൾസ് കോൺസ്റ്റൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് തിയറിയും നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 8.2 liter of an ideal gas weighs 9 gram at 300 Kelvin and 1 atmospheric pressure. Molecular mass of the gas. അതാണ് ക്വസ്റ്റ്യൻ. ഒരു ഗ്യാസിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 9 gram അറ്റ് 300 Kelvin ആൻഡ് 1 atmospheric pressure. അതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ തന്നെ യൂസ്ഫുൾ ഫോംസ്, അതിൽ നിന്നും ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PVC = nRT ആണ്. PVC = nRT. ഞാനിവിടെ n നമ്പർ ഓഫ് മോൾസിന് പകരം W/m ഇട്ട് കൊടുക്കുന്നു. W/m, അതായത് മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഇനി നമുക്ക് വേണ്ടത് മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇക്വേഷൻ മോളിക്കുലാർ മാസിനാക്കി എടുക്കുന്നു. സോ m = എന്ത് വരും? WRT ഡിവൈഡഡ് ബൈ PV. ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. W എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഗ്യാസ്, എത്രയാ? 9 gram തന്നിട്ടുണ്ട്. ഇൻറ്റു R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. എൻ്റെ വാല്യൂ അറിയാലോ, 0.0821. ഇൻറ്റു T എന്താണ്? ടെമ്പറേച്ചർ 300 Kelvin ഡിവൈഡഡ് ബൈ P × V. P എന്ന് പറയുന്നത് പ്രഷറാണ്, ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് 1 atmosphere ആണ്. ഇൻറ്റു V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി ഗ്യാസ് എത്രയാണ്? 8.2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ഈ 300 എന്നുള്ളത് 3 × 100 ആണല്ലോ. 300 100 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0.2 പ്ലേസ് ഇങ്ങോട്ടേക്ക് മാറി ഇത് 8.2 എന്നാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 8.2 എന്നാവും. ആ 8.2ഉം താഴത്തെ 8.2ഉം തമ്മിൽ വെട്ടിപ്പോവും. അപ്പോൾ 300 എന്നുള്ളത് 3 × 100, അതിലെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 8.2 എന്നാവും. ആ 8.2ഉം ഇതും തമ്മിൽ ക്യാൻസൽ ആയി പോവും. പിന്നെന്തുണ്ട്? 3 × 9 27. സോ അതാണ് ആൻസർ. 27 ആണ് ആൻസർ, അതായത് ഓപ്ഷൻ ബി. അപ്പോൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ഗ്യാസ് ഹാസ് എ വേപ്പർ ഡെൻസിറ്റി 11.2. ദ വോളിയം ഓക്കുപ്പൈഡ് ബൈ 1 gram ഓഫ് ദ ഗ്യാസ് അറ്റ് NTP. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ഗ്യാസിൻ്റെ വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 11.2. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ 1 ഗ്രാമിൻ്റെ NTPയിലെ വോളിയമാണ് അറിയേണ്ടത്. NTP എന്ന് പറയുമ്പോൾ നമ്മുടെ STP കണ്ടീഷൻസ് തന്നെയാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്ന പോലെ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ദറ്റ് ഈസ് സിമിലർ ടു STP. അപ്പോൾ 1 gram ഗ്യാസിൻ്റെ STPയിലെ വോളിയമാണ് അറിയേണ്ടത്. അപ്പോൾ അത് കിട്ടാനായിട്ട് 1 ഗ്രാമിൻ്റെ വോളിയം കിട്ടാനായിട്ട് ആദ്യം ഞാൻ 1 മോളിൻ്റെ വോളിയം കണ്ടു. 1 മോൾ എത്ര വരുമെന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 11.2 അല്ലേ? നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും, വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2 എടുത്താൽ എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2 മോളിക്കുലാർ മാസ്. സോ ഇവിടെ വേപ്പർ ഡെൻസിറ്റി 11.2 ആണ്, അത് ഇൻറ്റു 2 എത്ര വരും? 22.4. അപ്പോൾ ഇതാണ് ആ ഗ്യാസിൻ്റെ മോളിക്കുലാർ മാസ്. പിന്നെ വേറൊരു റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഏതൊരു ഗ്യാസും മോളിക്കുലാർ മാസിന് ഈക്വൽ ഗ്രാം എടുത്താൽ അത് എത്രയാണ്? 1 മോൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ മോളിക്കുലാർ മാസ് 22.4 ആണ്. ദാറ്റ് ഈസ് 1 മോളിൻ്റെ മാസ് ആണ് എത്ര? 22.4. അപ്പോൾ 22.4 ആണ് ഇതിൻ്റെ 1 മോൾ. ഇനി അങ്ങനെയുള്ള 1 മോൾ ഗ്യാസ് STPയിൽ എടുക്കുമ്പോൾ അതിൻ്റെ വോളിയം എത്രയാ? 22.4 ലിറ്റർ. ഓക്കെ, 1 മോൾ എന്ന് പറയുന്നത് ഇവിടെ മോളിക്കുലാർ മാസിന് ഈക്വൽ ആണ് 22.4. ഇനി ആ 1 മോളിൻ്റെ STPയിലെ വോളിയം എത്രയായിരിക്കും എന്നാണ് പഠിച്ചിരിക്കുന്നത്? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ 22.4 ഗ്രാമിൻ്റെ വോളിയം 22.4 ലിറ്റേഴ്സ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന 1 ഗ്രാമിൻ്റെ വോളിയം എത്ര വരും? 1 ലിറ്റർ. സോ
1 ലിറ്റർ ആണ് ആൻസർ, അതായത് ഓപ്ഷൻ എ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ് വുഡ് ബിക്കം സീറോ? ഒരു ഗ്യാസിന്റെ വോളിയം സീറോ ആവുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? അറിയാമല്ലോ, ഏതാണ്? നിങ്ങൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അക്കോർഡിംഗ് ടു ചാൾസ് ലോ ഒരു ഗ്യാസിന്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലേ? അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും, ഓൺ ദ അതർ ഹാൻഡ് ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയവും കുറയും. അങ്ങനെ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞ് വോളിയം സപ്പോസ് ടു ബി സീറോ ആവും. എപ്പോഴാണ്? ടെമ്പറേച്ചർ -273 ആകുമ്പോൾ. കൃത്യമായിട്ട് പറഞ്ഞാൽ ടെമ്പറേച്ചർ -273.15 ആയിട്ട് കുറയുമ്പോൾ ഒരു ഗ്യാസിന്റെ വോളിയം എന്തായി മാറും? തിയററ്റിക്കലായിട്ട് സീറോ ആയിട്ട് മാറും. ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ സീറോ കെൽവിൻ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോ ഓർ സീറോ കെൽവിൻ. അപ്പോൾ ഈ ടെമ്പറേച്ചറിലാണ് ഒരു ഗ്യാസിന്റെ വോളിയം എന്തായിട്ട് മാറുന്നത്? സീറോ ആയിട്ട് മാറുന്നത്. സോ സി ആണ് ആൻസർ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. When the pressure of 5 liter of nitrogen is doubled and its temperature is raised from 300 to 600 Kelvin, the final volume of the gas would be. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നൈട്രജൻ ഗ്യാസ് ആണ് തന്നിരിക്കുന്നത്. നൈട്രജൻ ഗ്യാസിന്റെ 5 ലിറ്റർ നൈട്രജൻ ആണ്. 5 ലിറ്റർ നൈട്രജന്റെ പ്രഷർ ഡബിൾ ആക്കുന്നു, അതേസമയം ടെമ്പറേച്ചർ 300 നിന്നും 600 ആക്കുന്നു. അപ്പോൾ അതിന്റെ ഫൈനൽ വോളിയം എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇത് മൂന്നും വരുന്നുണ്ട് അല്ലേ? ഫൈനൽ വോളിയം ആണ് അറിയേണ്ടത്. ഇപ്പോൾ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എടുക്കുക. ഏതാണത്? ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ അല്ലേ? ദാറ്റ് ഈസ് P1V1 ഡിവൈഡഡ് ബൈ T1 ഇസ് ഈക്വൽ ടു P2V2 ബൈ T2. ഇതാണ് എടുക്കേണ്ടത്. നമുക്ക് ആ ഗ്യാസിന്റെ ഫൈനൽ വോളിയം അതായത് V2 ആണ് അറിയേണ്ടത്. അപ്പോൾ ഇക്വേഷൻ V2-നാക്കി എഴുതിയാൽ V2 ഇസ് ഈക്വൽ ടു, ഈ ടേം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ P1V1 ഇൻറ്റു T2 ഡിവൈഡഡ് ബൈ P2 താഴെ വരും, P2 ഇൻറ്റു T1. വാല്യൂസ് എന്തൊക്കെയാണ്? P1 എന്ന് പറയുന്ന ആദ്യത്തെ പ്രഷർ, അത് തന്നിട്ടില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് പ്രഷർ ഡബിൾ ആക്കുകയാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ പ്രഷർ P1 എന്ന് തന്നെ കൊടുക്കാം, രണ്ടാമത്തെ പ്രഷർ എന്താക്കാം? 2P1 കൊടുക്കാം, ഇൻറ്റു V1 ആദ്യത്തെ വോളിയം എത്രയായിരുന്നു? 5 ലിറ്റർ ഇൻറ്റു T2 എന്ന് പറയുന്നത് ഫൈനൽ ടെമ്പറേച്ചർ എത്രയാ? 600 കെൽവിൻ ഡിവൈഡഡ് ബൈ P2 എന്ന് പറയുന്നത് എന്താ? പ്രഷർ ഡബിൾ ആക്കുന്നതുകൊണ്ട് P2 എന്നുള്ളത് 2P1 എന്നിട്ട് കൊടുക്കാം, ഇൻറ്റു T1 എത്രയാ? ആദ്യത്തെ ടെമ്പറേച്ചർ 300 അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ വെട്ടിപ്പോയാൽ ഇത് 300 വരും. 2ഉം 600ഉം തമ്മിൽ വെട്ടി 300 വന്നു. 300ഉം ഇതും തമ്മിൽ ക്യാൻസലായി പോവും. P1ഉം തമ്മിൽ വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? 5. സോ 5 ലിറ്റർ ആയിരിക്കും ഫൈനൽ വോളിയം. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ റേഷ്യോ ഓഫ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് 2 ഗ്യാസസ് A and B is 4:1, then the ratio of densities is. അപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നതിന് മുൻപ് ഞാൻ അതിൻ്റെ ചെറിയൊരു തിയറി പറയുകയാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ചിലർ ന്യൂ സിലബസിൽ പഠിച്ചവർ കെമിസ്ട്രിയിൽ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ പഠിച്ചിട്ടുണ്ടാവില്ല, പഴയ സിലബസിൽ ഉണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും നിങ്ങളൊരു പക്ഷേ ഫിസിക്സിൽ സെയിം ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഓർ എഫ്യൂഷൻ. ഓർമ്മയുണ്ടോ? എന്താണ് ലോയിൽ പറയുന്നത്? ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്കുലാർ മാസ്. അതാണ് തിയറം. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓർ റേറ്റ് ഓഫ് എഫ്യൂഷൻ of a gas is inversely proportional to square root of molecular mass. So rate of diffusion of a gas RA proportional to inversely proportional to square root of molecular mass of A. ഇത് തന്നെ ഇങ്ങനെയും കാണിക്കാം. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയുന്നത് ഇതാണ്: റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്കുലാർ മാസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ RA പ്രൊപ്പോർഷണൽ ടു 1/√m എന്ന് എഴുതാം, അല്ലെങ്കിൽ RA പ്രൊപ്പോർഷണൽ ടു 1/√DA. ദെൻ
അനദർ ഗ്യാസ് ബിയുടെ കേസിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആർ ബി പ്രപ്പോർഷണൽ ടു 1/√(dB) എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ചേർത്ത് എന്തെഴുതാം, RA/RB ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ DB മോളിൽ വരും, DB/DA. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫോം എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, രണ്ട് ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ തമ്മിലുള്ള റേഷ്യോ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ് അറിയേണ്ടത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഗ്രഹാംസ് ലോ RA/RB ഈക്വൽ ടു √(dB/DA) അല്ലേ. സോ ഞാൻ RA/RB ഈക്വൽ ടു ഇതായിരുന്നു. അപ്പോൾ RA/RB റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ടല്ലോ, അതിവിടെ ഇട്ട് കൊടുക്കുകയാണ്. എന്താണ് 4/1 ഈസ് ടു അപ്പുറത്ത് എന്തുണ്ട് DB/DA. ഞാനിതൊന്ന് സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ ഇതെന്താവും, DB/DA ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് പോവും, ഇതെന്താവും 16/1. അപ്പം DB/DA ഈക്വൽ ടു 16/1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചിട്ടാൽ DA/DB ഈക്വൽ ടു എന്ത് വരും, ഇത് തിരിച്ചു വരും അല്ലേ, 1/16. ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്, എയും ബിയും തമ്മിലുള്ള ഡെൻസിറ്റിയുടെ റേഷ്യോ അല്ലേ, റേഷ്യോ ഓഫ് ദെയർ ഡെൻസിറ്റി. DAയും DBയും തമ്മിലുള്ള റേഷ്യോ എന്ത് വരും, 1:16. അപ്പോൾ അതാണ് ആൻസർ, 1:16. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. ഐഡന്റിഫൈ ദ പെയർ ഓഫ് ഗ്യാസസ് ദാറ്റ് ഹാവ് ഈക്വൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈക്വൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വരുന്നത് ഏത് പെയറിലാണെന്നാണ്. അപ്പോൾ ഇതും ഗ്രഹാംസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, അക്കോർഡിംഗ് ടു ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് B ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, √(MB/MA) അല്ലേ, മോളിക്കുലാർ മാസ് ഓഫ് B ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് A, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് B ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് A, അങ്ങനെയും എഴുതാം. അപ്പോൾ ഇവിടെ മോളിക്കുലാർ മാസുമായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയേണ്ടത് ഈക്വൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വരുന്നത് ഏത് കേസിലാണ്. ഈക്വൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വരണമെങ്കിൽ ആ ഗ്യാസിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലാർ മാസ് എങ്ങനെയായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. കാരണം നമ്മുടെ റിലേഷൻ ഇതല്ലേ. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും മോളിക്കുലാർ മാസ് ഈക്വൽ ആണെങ്കിൽ ഇത് ഒരു നമ്പർ ഡിവൈഡഡ് ബൈ സെയിം നമ്പർ 1 വരും. അപ്പോൾ RA/RB ഈക്വൽ ടു എന്തായി മാറും, ഇതിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലാർ മാസ് സെയിം ആണെങ്കിൽ ഇതെന്ത് വരും, 1 വരും. സോ RA ഈക്വൽ ടു എന്തായി മാറും, RB. അപ്പം അങ്ങനെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈക്വൽ ആവണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലാർ മാസ് എന്ത് വരണം, സെയിം ആയിരിക്കണം അല്ലേ. സോ സെയിം മോളിക്കുലാർ മാസ് വരുന്ന പെയർ ഏതാണ്, ഓപ്ഷൻ സി ആണ്. NO2 CO2 എടുത്താൽ നോക്കിക്കേ, N2O മോളിക്കുലാർ മാസ്, നൈട്രജൻ്റെത് 14, രണ്ടെണ്ണത്തിൻ്റെത് 28 പ്ലസ് 16 44 വരും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസും 44. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലാർ മാസ് ഈക്വൽ ആണ്, അതുകൊണ്ട് ഈ റേഷ്യോ എന്ത് വരും, 1 വരും. സോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈക്വൽ വരുന്നത് ഏത് പെയറിലാണ്, ഓപ്ഷൻ സി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. The temperature at which real gas obey ideal gas equation over a wide range of pressure is called. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ടെമ്പറേച്ചർ ഏതാണെന്നാണ്. ഏതാണ് ആ ടെമ്പറേച്ചറിനെയാണ് ബോയിൽ ടെമ്പറേച്ചർ അഥവാ ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഓർത്തോണം. എന്താണ്, ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, പ്രഷർ ലോ ആയിരിക്കണം ആൻഡ് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന കണ്ടീഷൻസ് ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു പ്രഷർ റേഞ്ചിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ. അതാണ് എൻ്റെ ആൻസർ, ഓപ്ഷൻ സി. അടുത്തത് 8th ക്വസ്റ്റ്യൻ. The surface tension of which of the following liquid is maximum? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മാക്സിമം സർഫസ് ടെൻഷൻ വരുന്നത് ഏത് ലിക്വിഡിലെ കേസിലാണ്?
ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കണ്ടല്ലോ, വാട്ടർ, ബെൻസീൻ, മെഥനോൾ, എഥനോൾ. ഇതിൽ മാക്സിമം സർഫസ് ടെൻഷൻ വരുന്നത് ഏതിലാണ്? അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ്റെ, മോളിക്യൂൾസ് പരസ്പരമുള്ള അട്രാക്ഷൻ്റെ ഒരു കൊഹീഷൻ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത്, അല്ലേ? മോളിക്യൂൾസ് പരസ്പരമുള്ള അട്രാക്ഷൻ. അപ്പോൾ മാക്സിമം അട്രാക്ഷൻ വരുന്ന എവിടെയാണോ അവിടെയായിരിക്കും സർഫസ് ടെൻഷൻ കൂടുതൽ. അപ്പോൾ ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ മാക്സിമം അട്രാക്ഷൻ വരുന്ന ഏതിലാണ്? വാട്ടറിലാണ്. ബിക്കോസ് വാട്ടറിൽ മോളിക്യൂൾസ് തമ്മിൽ എന്ത് വരുന്നുണ്ട്? സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നുണ്ട്. അങ്ങനെ സ്ട്രോങ് അട്രാക്ഷൻ വരുന്നതുകൊണ്ട് മാക്സിമം സർഫസ് ടെൻഷൻ എവിടെയായിരിക്കും വരുന്നത്? വാട്ടറിലായിരിക്കും. പിന്നെ ഇത് രണ്ടും ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോൾസിലും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നുണ്ട്. പക്ഷേ ആ ഹൈഡ്രജൻ ബോണ്ടിങ് വാട്ടറിലെ അത്രയും സ്ട്രോങ് അല്ല. ഇനി ഓപ്ഷൻ ബിയിൽ ബെൻസീനിലാണെങ്കിൽ ദർ ഈസ് നോ സച്ച് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്ട്രോങ് അട്രാക്ഷൻ വരുന്നത് വാട്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാക്സിമം സർഫസ് ടെൻഷൻ വരുന്നത് വാട്ടറിലായിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ ഇതാണ്: ഡെൻസിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ് ഈസ് മാക്സിമം അറ്റ്. കാർബൺ മോണോക്സൈഡിന്റെ ഡെൻസിറ്റി മാക്സിമം ആവുന്നത് ഏത് കണ്ടീഷനിലാണ്? ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് പ്രഷറും ടെമ്പറേച്ചറുമാണ്. പ്രഷറും ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഏത് പ്രഷറിലും ടെമ്പറേച്ചറിലുമാണ് കാർബൺ മോണോക്സൈഡിന് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത്? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRTയിൽ നിന്നും നമ്മൾ അതർ യൂസ്ഫുൾ ഫോംസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നും ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഡെൻസിറ്റി D = PM/RT. ഇതാണ് PM/RT. അപ്പോൾ ഒരു ഗ്യാസിനെ സംബന്ധിച്ച് ഇവിടെ അതിൻ്റെ മോളിക്കുലാർ മാസും ഗ്യാസ് കോൺസ്റ്റൻ്റ് ആറും എന്താണ്? സെയിം ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. മാറുന്നത് എന്തൊക്കെയുള്ളൂ? പ്രഷറും ടെമ്പറേച്ചറും. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ ഒരു ഗ്യാസിന് മാക്സിമം ഡെൻസിറ്റി കിട്ടണമെങ്കിൽ ഈ റേഷ്യോയിൽ പ്രഷർ എങ്ങനെയായിരിക്കണം? പ്രഷർ ഹൈ ആയിരിക്കണം, ടെമ്പറേച്ചർ ലോ ആയിരിക്കണം, അല്ലേ? റേഷ്യോയിൽ ന്യൂമറേറ്റർ കൂടുകയും ഡിനോമിനേറ്റർ കുറയുകയും ചെയ്യുമ്പോഴല്ലേ അതിന് മാക്സിമം വാല്യൂ കിട്ടുന്നത്. സോ ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൽ മോളിക്കുലാർ മാസും ഗ്യാസ് കോൺസ്റ്റൻറ്റും കോൺസ്റ്റൻ്റ് ആണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിയും ടിയും. അപ്പോൾ പ്രഷർ ഹൈയും ടെമ്പറേച്ചർ ലോയുമായിരിക്കുന്ന കേസിലാണ് ആ ഗ്യാസിന് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത്. സോ ഈ ഇക്വേഷൻ പ്രകാരം കാർബൺ മോണോക്സൈഡിന് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത് ഏത് സിറ്റുവേഷനിലായിരിക്കും? പ്രഷർ ഹൈയും ടെമ്പറേച്ചർ ലോയുമായിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സോ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. A gas mixture was prepared by taking equal moles of carbon monoxide and nitrogen. If the total pressure of the mixture was found to be 1 atm, the partial pressure of nitrogen in the mixture is. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഒരു ഗ്യാസ് മിക്സർ നൈട്രജനും കാർബൺ മോണോക്സൈഡും ചേർന്ന മിക്സറാണ്. ആ മിക്സറിൻ്റെ ടോട്ടൽ പ്രഷർ 1 atm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഡാൾട്ടൺസ് ലോ ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ തിയറിയൊക്കെ. എന്താണ് ഡാൾട്ടൺസ് ലോയിൽ പറയുന്നത്? The pressure exerted by a mixture of non-reacting gases is equal to the sum of the partial pressures of component gases. അല്ലേ? അതായത് ഒരു ഗ്യാസ് മിക്സർ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിലുള്ള ഓരോ കമ്പോണൻസിൻ്റെയും പ്രഷറിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇപ്പം ABC 3 നോൺ റിയാക്ടിങ് ഗ്യാസസിൻ്റെ മിക്സർ എടുത്താൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിൽ ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഡാൾട്ടൺസ് ലോ. പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് കമ്പോണൻറ്റ് ഗ്യാസസ്. ഇനി ഈ ഡാൾട്ടൺസ് ലോയിൽ നിന്നും നമ്മളൊരു റിസൾട്ടിലേക്ക് വരുന്നുണ്ട്. ഇതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് is equal to total pressure into mole fraction of the gas. ഇതാണ് ആ റിസൾട്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടത് ഈ റിസൾട്ടാണ്.
അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നൈട്രജനും കാർബൺ മോണോക്സൈഡും ചേർന്ന മിക്സറിൻ്റെ ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈ റിസൾട്ട്, ഡാൾട്ടൺസ് ലോയുടെ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് റിസൾട്ട്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. സോ ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. അപ്പോൾ ടോട്ടൽ പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മിക്സിൻ്റെ ടോട്ടൽ പ്രഷർ എത്രയായിരുന്നു? 180 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ കിട്ടാൻ, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതാണ് അല്ലേ? അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ കിട്ടാൻ നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വരും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മിക്സറിൽ ഗ്യാസ് രണ്ടും എന്താ എടുത്തിരിക്കുന്നത്? ഈക്വൽ മോൾസ് ആണ് ഇവർ തമ്മിൽ എടുത്തിരിക്കുന്നത്. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ n എന്നെടുത്താൽ, നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ n എന്നെടുത്താൽ, കാർബൺ മോണോക്സൈഡിൻ്റെയും നമ്പർ ഓഫ് മോൾസ് എന്ത് തന്നെയാണ്? n, ബിക്കോസ് ഈക്വൽ മോളാണ് ഗ്യാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ അത് എത്രയാണ്? n ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും? 2ൻ്റെ n അല്ലേ? n + 1 2. അപ്പോൾ n ഡിവൈഡഡ് ബൈ 2n വരും അല്ലേ? എട്ടിപ്പോയിട്ട് 1/2. സോ ഇതാണ് ഇവിടുത്തെ നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു ടോട്ടൽ പ്രഷർ എത്രയാ? 180 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ എത്ര കിട്ടി? ഹാഫ്. സോ 1 × ഹാഫ് വരും, ഹാഫ് അല്ലെങ്കിൽ 0.5. അപ്പോൾ അതാണ് ആൻസർ. നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ എത്ര വരും? 0.5. ഓപ്ഷൻ ബി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. The ratio among most probable velocity, mean velocity and root mean square velocity are. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കണ്ടല്ലോ. ഓപ്ഷൻ എ 1:2:3, ഓപ്ഷൻ ബി 1:√2:√3, ഓപ്ഷൻ സി √2:√3/8/5, then ഓപ്ഷൻ ബി √2:8/5/√3. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്കുലാർ വെലോസിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്കുലാർ വെലോസിറ്റീസ് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ആൻഡ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി? ഒരു ഗ്യാസിലെ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റിയുടെ ആവറേജ്, അതാണ് ആവറേജ് വെലോസിറ്റി. പിന്നെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്താണ്? ഒരു ഗ്യാസിലുള്ള കൂടുതൽ മോളിക്യൂൾസും പ്രോസസ് ചെയ്യുന്ന വെലോസിറ്റിയാണ് എന്ത് വിളിക്കുന്നത്? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. പിന്നെ RMS വെലോസിറ്റി അഥവാ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, അതെന്താണ്? ഒരു ഗ്യാസിലുള്ള മോളിക്യൂൾസിൻ്റെ വെലോസിറ്റിയുടെ സ്ക്വയറിൻ്റെ റൂട്ട് അല്ലേ? അതാണ് റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് വെലോസിറ്റി ഉണ്ട്, മോളിക്കുലാർ വെലോസിറ്റി. ഓരോന്നിൻ്റെയും എക്സ്പ്രഷൻ ഓർമ്മയുണ്ടല്ലോ. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? √2RT/m ആണ്. ഇനി മീൻ വെലോസിറ്റി അഥവാ ആവറേജ് വെലോസിറ്റി എന്താണ്? √8RT/m. ആൻഡ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? √3RT/m. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള റേഷ്യോ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കോമൺ ടേം വെട്ടിക്കളയാണ്. എല്ലാത്തിലും RT/m കോമൺ ഉണ്ട്, അത് വെട്ടിക്കളയാം. RT/m വെട്ടിക്കളഞ്ഞാൽ റേഷ്യോ എന്താവും? ഇവിടെ ഇനിയിപ്പോൾ √2 ഉള്ളൂ, ബാക്കി വെട്ടിപ്പോൾ ഇവിടെ എന്ത് വരും? √8/π. ഇവിടെ ഇത് പോയി കഴിഞ്ഞാൽ √3. സോ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, മീൻ വെലോസിറ്റി അഥവാ ആവറേജ് വെലോസിറ്റി, പിന്നെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ എന്ത് വരും? √2:8/π/√3. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. At what temperature will the RMS velocity of SO2 be the same as that of oxygen at 303 Kelvin? അതായത് എന്താണ്? SO2ൻ്റെ RMS വെലോസിറ്റി
303 കെൽവിനിലുള്ള ഓക്സിജന്റെ RMS വെലോസിറ്റിയുമായിട്ട് ഈക്വൽ ആവുന്നത് ഏത് ടെമ്പറേച്ചറിനാണ്? അപ്പോൾ ഓക്സിജന്റെ ടെമ്പറേച്ചർ എത്രയാ? 303 കെൽവിൻ. 303 കെൽവിനിലുള്ള ഓക്സിജന്റെ RMS വെലോസിറ്റിയും SO2-ന്റെ RMS വെലോസിറ്റിയും തമ്മിൽ ഈക്വൽ ആവണമെങ്കിൽ SO2 ഏത് ടെമ്പറേച്ചറിലായിരിക്കണം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുക്കുകയാണ്. നമുക്കറിയാം RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? √3RT / m ആണ് അല്ലേ? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അഥവാ RMS വെലോസിറ്റി √3RT/m. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം SO2-ന്റെ കേസിൽ ഇത് √3RT1 / m1 എന്ന് കൊടുക്കുകയാണ്. SO2-ന്റെ കേസിൽ ടെമ്പറേച്ചർ T1-ഉം മോളിക്കുലാർ മാസ് m1 എന്നുണ്ട്. അതും ഓക്സിജന്റെ RMS വെലോസിറ്റിയും തമ്മിൽ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ RMS വെലോസിറ്റി തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു RMS വെലോസിറ്റി ഓഫ് ഓക്സിജൻ എന്ന് എടുക്കാമല്ലോ. ഓക്സിജന്റെ കേസിൽ 3RT2 / m2 എന്ന് കൊടുക്കുക. ഉണ്ടോ? രണ്ടിന്റെ RMS വെലോസിറ്റി തമ്മിൽ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ അല്ലേ അറിയേണ്ടത്? അപ്പോൾ RMS വെലോസിറ്റി തമ്മിൽ രണ്ടിന്റെ ഈക്വേറ്റ് ചെയ്തു. ഇത് T1 എന്നും m1 എന്നും കൊടുത്തു. ഓക്സിജന്റെ കേസിൽ T2-ഉം m2. അപ്പോൾ ഇവിടുത്തെ 3Rഉം ഇവിടുത്തെ 3R വെട്ടിപ്പോയാൽ ഇക്വേഷൻ എന്താവും? ഇത് T1 / m1 √T2 / m2. നമുക്ക് സ്ക്വയർ ചെയ്താൽ ഇത് T1 / m1 T2 / m2 എന്നാവുമല്ലോ. അപ്പം ഞാൻ ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. T1-ഉം m1-ഉം എടുത്തത് ആരുടേതാണ്? SO2-ൻ്റെ ആണ്. SO2-ൻ്റെ കേസിൽ T1 എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചറാണ്. T1 / m1. m1 എന്നുള്ളത് SO2-ൻ്റെ മോളിക്കുലാർ മാസാണ്. SO2-ൻ്റെ മോളിക്കുലാർ മാസ് എത്രയാ? സൾഫറിൻ്റെ 32, 2 ഓക്സിജൻ്റെ 32, അങ്ങനെ ടോട്ടൽ 64 ഈക്വൽ ടു ഇത് ഓക്സിജൻ്റെതാണ്. ഓക്സിജൻ്റെ ടെമ്പറേച്ചർ T2 എത്ര തന്നിട്ടുണ്ട്? 303 കെൽവിനിലുള്ള ഓക്സിജനാണ് /m2. m2 എന്ന് പറയുന്നത് ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 32. അപ്പോൾ T1 is equal to എന്ത് വരും? 303 × 64 / 32. ഇത് തമ്മിൽ വെട്ടിപ്പോയിട്ട് ഇവിടെ 2 വരും അല്ലേ? 64-ഉം 32-ഉം തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. 2 × 303 എത്ര വരും? 603 കെൽവിൻ. സോ അതാണ് ആൻസർ. അപ്പോൾ ഇവിടെ കാണിച്ച പോലെ SO2-ൻ്റെയും ഓക്സിജൻ്റെയും RMS വെലോസിറ്റി തമ്മിൽ ഈക്വൽ ആവണമെങ്കിൽ ഓക്സിജൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കണം? 606 കെൽവിൻ. അതാണ് ആൻസർ. 606 കെൽവിൻ. ഓപ്ഷൻ സി.